ഒരു ഗർഭിണി അവൾ നോമ്പ് ഉപേക്ഷിച്ചാൽ അവിടെയുള്ള ഹുക്കം എങ്ങനെയാണ്? അതിന്റെ കൂടെ നമുക്ക് മറ്റൊരു മസലയും കൂടി പറയാം. ഗർഭിണിയും അതേ പ്രകാരം തന്നെ മുലയൂട്ടുന്നതായ സ്ത്രീയും ഇവർ നോമ്പ് ഉപേക്ഷിച്ചു. എന്തിന്റെ പേരിലാ നോമ്പ് ഉപേക്ഷിച്ചത്? അവിടെ 3 രൂപമുണ്ട്. ഒന്ന്, ഒരു സ്ത്രീ നോമ്പ് ഉപേക്ഷിക്കുന്നത് സ്ത്രീക്ക് ആരോഗ്യപരമായ പ്രശ്നമുള്ളത് കൊണ്ടാണ്. മറ്റൊന്ന്, കുട്ടിക്ക് ആരോഗ്യപരമായ പ്രശ്നമുള്ളത് കൊണ്ടാണ്. മറ്റൊന്ന്, സ്ത്രീക്കും കുട്ടിക്കും പ്രയാസമുള്ളത് കൊണ്ടാണ്. അപ്പൊ 3 രൂപയായി. ഇത് ഗർഭിണിയുടെ അടുത്തും മുലയൂട്ടുന്നവളുടെ അടുക്കലും ബാധകമാണ് ഈ കാര്യങ്ങൾ. ഒന്ന്, സ്ത്രീ ആ പെണ്ണിന് മാത്രം പ്രയാസം ഉണ്ടാകുന്നു. മറ്റൊന്ന്, കുട്ടിക്ക് മാത്രം പ്രയാസം ഉണ്ടാകുന്നു. മറ്റൊന്ന്, കുട്ടിക്കും ഉമ്മക്കും രണ്ടാൾക്കും പ്രയാസം ഉണ്ടാകുന്നു. ഇതിന്റെ പേരിൽ നോമ്പ് ഒഴിവാക്കാം. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ സ്ത്രീ നോമ്പ് ഒഴിവാക്കിയത് സ്ത്രീക്ക് പ്രയാസം ഉണ്ടാകും എന്നതുകൊണ്ടാണ് നോമ്പ് ഒഴിവാക്കിയത് എങ്കിൽ വരുന്ന റമദാന്റെ ഇടക്ക് ആ നോമ്പ് ഖളാ വീട്ടിയാൽ മതി. പിറ്റേത്തെ റമദാന്റെ മുമ്പായിട്ട് ആ നോമ്പ് ഖളാ വീട്ടിയാൽ മതി. സ്ത്രീക്കും കുട്ടിക്കും പ്രയാസമാണെങ്കിലും നോമ്പ് ഖളാ വീട്ടിയാൽ മതി. എന്നാൽ ആ സ്ത്രീ നോമ്പ് ഒഴിവാക്കിയത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യമൊക്കെ ഉഷാറാണ്, ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ നോമ്പ് അനുഷ്ഠിച്ചാൽ എൻ്റെ വയറ്റിലുള്ള കുട്ടിക്ക് പ്രയാസമാണ്, അല്ലെങ്കിൽ ഞാൻ മുലയൂട്ടുന്നതായ കുട്ടിക്ക് പ്രയാസമാണ്, എനിക്ക് പ്രയാസമൊന്നുമില്ല. കുട്ടിയുടെ പ്രയാസം പരിഗണിച്ചുകൊണ്ട് നോമ്പ് ഒഴിവാക്കിയാൽ അവിടെ ആ നോമ്പ് ഖളാ വീട്ടുകയും വേണം. അതോടുകൂടെ ഓരോ ദിവസത്തിനും ഓരോ മുദ്ദ് അരി കൊടുക്കുകയും വേണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട മസലയാണ്. ഒന്നുകൂടി പറയാം. മുലയൂട്ടുന്നവൾ, ഗർഭിണി, ഇവര് നോമ്പ് ഒഴിവാക്കുന്നത് 3 കാരണം, 3 ചാൻസ്, 3 രൂപം അവിടെ ഉണ്ട്. ഒന്നുകിൽ അവൾക്ക് പ്രയാസം, അല്ലെങ്കിൽ കുട്ടിക്ക് പ്രയാസം, അല്ലെങ്കിൽ അവൾക്കും കുട്ടിക്കും പ്രയാസം. ഈ 3 രൂപമാണ് അവിടെ ഉള്ളത്. അവൾക്ക് പ്രയാസം ഉണ്ടാകുന്നത് കൊണ്ട് ഒരാൾ നോമ്പ് ഒഴിവാക്കിയാൽ, ഒരു സ്ത്രീ നോമ്പ് ഒഴിവാക്കിയാൽ അതിന്റെ പേരിൽ മുദ്ദ് കൊടുക്കേണ്ടതില്ല, ഖളാ വീട്ടിയാൽ മാത്രം മതി. ഇനി സ്ത്രീക്കും കുട്ടിക്കും പ്രയാസം ഉണ്ടാകും, അതുകൊണ്ട് നോമ്പ് ഒഴിവാക്കിയതാണെങ്കിൽ അവിടെയും ഖളാ വീട്ടിയാൽ മതി. എന്നാൽ കുട്ടിക്ക് മാത്രമാണ് പ്രയാസം, അതുകൊണ്ടാണ് നോമ്പ് ഒഴിവാക്കിയത് എങ്കിൽ അവിടെ നോമ്പ് ഖളാ വീട്ടലോടുകൂടെ മുദ്ദ്, ഓരോ മുദ്ദ് വീതം ഓരോ ദിവസത്തേക്ക് കൊടുക്കുകയും വേണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഉമ്മമാരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി നോമ്പ് നോൽക്കാൻ കഴിയാത്ത ഒരാളാണെങ്കിലോ, ചിലപ്പോ നിത്യരോഗികൾ ഉണ്ടാവാം. അവർക്ക് നോമ്പ് നോൽക്കണോ? നോമ്പ് നോൽക്കൽ നിർബന്ധമല്ല. ശാരീരികമായി ശേഷിയില്ലാത്തത് കൊണ്ട് അവർ നോമ്പ് നോൽക്കേണ്ടതില്ല. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർബന്ധമാകുന്നത് ഓരോ ദിവസത്തേക്ക് ഓരോ മുദ്ദ് ധാന്യം കൊടുത്താൽ മതി. പക്ഷെ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മള് റമദാൻ 1-ന് തന്നെ 30 വരെയെല്ലാം കൊടുത്താള് അത് പറ്റൂല കേട്ടോ. 30 വരെയുള്ള, എനിക്കെന്തായാലും 30 വരെ നോമ്പ് വെൽക്കാനാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫുള്ളങ്ങ് കൊടുത്താൾട്ടെ, എന്റെ ബാധ്യത അങ്ങ് വീട്ടിക്കാൾട്ടെ, അത് വീടുകയില്ല. ഓരോ ദിവസത്തതും ഓരോ ദിവസം കൊടുക്കുക. അല്ലെങ്കിൽ പെരുന്നാളായിട്ട് നിങ്ങൾ മുഴുവനോടെയും കൊടുത്തോളി, മുഴുവൻ മുദ്ദുകളും അതിന് ശേഷം കൊടുത്തോളൂ, അതിന് കുഴപ്പമൊന്നുമില്ല. നേരെ മറിച്ച് മുദ്ദ് കുറെ നേരത്തെ അങ്ങ് കൊടുത്തു വീട്ടുക, അത് പറ്റുകയില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ പ്രായം ചെന്നവരെ സംബന്ധിച്ചിടത്തോളം, അതേ പ്രകാരം നിത്യരോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് നിർബന്ധമില്ല. അവർക്ക് നോമ്പിന് പകരമായി അവരൊരു മുദ്ദ് അരി ധാന്യം ചെയ്താൽ മതി, അല്ല സദഖ ചെയ്താൽ മതി. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മുദ്ദ് എന്ന് പറഞ്ഞാൽ എത്രയാ? നമ്മൾ റമദാൻ ആകുന്ന സമയത്ത് പലരും ചോദിക്കുന്നത് മുദ്ദ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, സ്വാ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് ഒരു സ്വാ എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്. മുദ്ദ് എന്ന് പറയുമ്പോ അവിടെ അളത്തമാണ് നമുക്ക് കാണാൻ കഴിയുക. അളത്തം, ഒരു മുദ്ദ് എന്ന് പറയുമ്പോൾ
800 മില്ലി ലിറ്റർ ഉണ്ടായത്. 800 മില്ലി ലിറ്റർ. 1 ലിറ്ററിൽ കുറച്ച് 200 കുറയും. 800 മില്ലി ലിറ്റർ. തൂക്കം കൃത്യമായി പറയൽ സാധ്യമല്ല. കാരണം അരി മാറുന്നതിനനുസരിച്ച് തൂക്കം മാറും. പിന്നെ പഴയ കാലത്തതുപോലെയല്ല, ഇന്ന് അരിക്കൊക്കെ ഉണക്കം കുറവായത് കൊണ്ട് തന്നെ തൂക്കം കൂടും. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം മുദ്, സ്വാ ഇതൊക്കെ പറയുന്ന സമയത്ത് അവിടെ നമ്മൾ അവലംബിക്കേണ്ടത് അളത്തമാണ്, അല്ലാതെ എന്തല്ല, തൂക്കമല്ല അവലംബിക്കേണ്ടത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് നമുക്ക് അതിനുള്ളതായ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വാങ്ങാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ കുറേ വർഷം കഴിഞ്ഞു, നോമ്പ് നോൽക്കാതെ കുറേ വർഷം കഴിഞ്ഞു. എന്നാൽ അവിടൊക്കെ മുദ് ഇങ്ങനെ ആവർത്തിക്കുകയും ചെയ്യും കേട്ടോ. മുദ് ആവർത്തിക്കുകയും ചെയ്യും. ഒരാൾ കഴിഞ്ഞ വർഷമല്ല, അതിന് മുമ്പത്തെ വർഷത്തെ നോമ്പ് നോറ്റില്ല, കഴിഞ്ഞ വർഷവും നോറ്റില്ല, ഈ വർഷവും നോറ്റില്ല. ഇങ്ങനൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ വീട്ടാനുള്ളതായ മുദ് വർഷം കൂടുന്നതിനനുസരിച്ച് അത് ആവർത്തിക്കുകയും ചെയ്യുമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ നമ്മൾ ഇന്ന് വിഷയം പറഞ്ഞത് ഗർഭിണി എന്ത് ചെയ്യണം, അവർ നോമ്പ് ഒഴിവാക്കിയാൽ എന്താണ് ചെയ്യേണ്ടത്, അതുപോലെ മുലയൂട്ടുന്നവൾ അവൾ നോമ്പ് ഒഴിവാക്കിയാൽ എന്താണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇത് ഉമ്മമാരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഇവിടെ മുദ് കൊടുക്കുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ സാധാരണ ഫിത്ർ സക്കാത്തൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ കൊടുക്കണം അല്ലേ? ഫിത്ർ സക്കാത്ത് എവിടെയാ കൊടുക്കേണ്ടത്? നമ്മൾ അസ്തമിക്കുന്ന സമയത്ത് എവിടെയാണോ ഉള്ളത് അവിടെയാ കൊടുക്കേണ്ടത്. ഇപ്പൊ നാളെ പെരുന്നാളാണെന്ന് സങ്കല്പിക്കുക. നാളെ പെരുന്നാളാണെങ്കിൽ ഇന്ന് സൂര്യാസ്തമയം നടക്കുന്ന സമയത്ത് ഞാൻ എവിടെയാ? മടവൂരിലാണെങ്കിൽ എന്റെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് മടവൂരിലാണ്. ഞാൻ കോഴിക്കോടാണെങ്കിൽ കോഴിക്കോടാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. എവിടെയാണോ അവിടെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. എന്നാൽ മുദ്, ഈ നോമ്പ് ഒഴിവാക്കിയതിന്റെ പേരിലൊക്കെ ഉള്ള മുദ്, ഇത് എവിടെയും കൊടുക്കാം, നമ്മുടെ നാട്ടിൽ തന്നെ കൊടുക്കണമെന്നില്ല. ഒരാൾക്ക് വർഷങ്ങളോളം നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, എന്നാൽ ആ നോമ്പിന് പകരം നോമ്പ് നഷ്ടപ്പെട്ടു, ആ നോമ്പ് ഖളാ വീട്ടണം. അതോടുകൂടെ പിന്തിച്ച കാരണം കൊണ്ട് മുദ് കൊടുക്കുകയും വേണം. ഈ കൊടുക്കുന്നതായ മുദ് നമ്മുടെ നാട്ടിൽ തന്നെ കൊടുക്കണമെന്നില്ല, നാടിന്റെ പുറത്തും കൊടുക്കാം. പക്ഷേ ഫക്കീർ മിസ്കീന്മാരാവണം എന്ന നിബന്ധന മാത്രം. ഫക്കീർ മിസ്കീന്മാരായിരിക്കണം. എല്ലാവർക്കും കൊടുക്കാൻ പറ്റൂല. ഫക്കീറാണോ മിസ്കീനാണോ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ പെട്ട ആളായിരിക്കണം. അത് നമ്മൾ നല്ലോണം നോക്കണം. മുമ്പൊക്കെ പഴയ കാലത്തൊക്കെ പല സ്ഥലങ്ങളിലും നടക്കാറുണ്ടായിരുന്നു ഫിത്ർ സക്കാത്ത്. ഞാനൊരു പക്ഷേ സക്കാത്തിന്റെ അവകാശിയല്ല എന്ന് സങ്കല്പിക്കുക, മറ്റൊരാൾ സക്കാത്തിന്റെ അവകാശിയാണ് എന്നും സങ്കല്പിക്കുക. ഞാന് എൻ്റെ വീട്ടിൽ നിന്ന് ഫിത്ർ സക്കാത്ത് അയാളെ പുരയെ കൊണ്ട് കൊടുക്കും. അപ്പൊ അയാൾ ഇങ്ങോട്ടും തരും, ഞാൻ അങ്ങോട്ടും കൊടുക്കും, അദ്ദേഹം ഇങ്ങോട്ടും തരും. നമ്മളത് വാങ്ങി വേഗം പോരുകയും ചെയ്യും. ഞാനത് അന്വേഷിക്കുന്നില്ല, ഞാൻ സക്കാത്തിന്റെ ആളാണോ, ഞാൻ സക്കാത്തിന്റെ അവകാശിയാണോ? അവകാശിയാണെങ്കിൽ എനിക്കത് സ്വീകരിക്കാം, അവകാശിയല്ലെങ്കിൽ സ്വീകരിക്കാൻ പാടില്ല, അദ്ദേഹം തരാനും പാടില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾക്ക് ആരെങ്കിലും സക്കാത്ത് തരുന്നു, സക്കാത്ത് തരുമ്പോ നമ്മളതിന്റെ ആളാന്ന് വിചാരിച്ചായിരിക്കും തരുന്നത്. സക്കാത്തിന്റെ അവകാശി അല്ലേ എങ്കിൽ നമ്മൾ അയാളോട് പറയണം, ഞാൻ സക്കാത്തിന്റെ അവകാശിയൊന്നും അല്ല കേട്ടോ, അല്ല ഇതെനിക്ക് സദക്കായിട്ട് തന്നതാ, എന്നാ ആയിക്കോട്ടെ നിങ്ങൾ വാങ്ങി കീശയിൽ വെച്ചോളൂ. അല്ലാതെ സക്കാത്തിന്റെ അവകാശിയാണ് എന്ന് മനസ്സിലാക്കി നിനക്ക് സക്കാത്ത് തരുമ്പോൾ നീ പറയണം, ഞാൻ ആരല്ല, സക്കാത്തിന്റെ അവകാശി അല്ല എന്ന് പറയുകയും വേണം. അവകാശിയാണെങ്കിൽ വാങ്ങുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് സക്കാത്തിനെ കുറിച്ച് പിന്നീട് പറയാം. ഇന്ന് പലരും വിചാരിക്കുന്ന സക്കാത്ത് എന്ന് പറയുമ്പോ ആരോക്കെ പുരയിൽക്ക് വരണം എന്നിട്ട് അവർക്ക് കൊടുക്കണം, അതാ സക്കാത്ത് എന്ന്. അങ്ങനെയല്ല, സക്കാത്തിന്റെ അവകാശികളെ അന്വേഷിച്ചുകൊണ്ട് നമ്മൾ പോയി അവർക്ക് കൊടുക്കുകയാണ് വേണ്ടത്.
സക്കാത്തിന്റെ അവകാശികളെ നമ്മൾ അന്വേഷിക്കുക, എന്നിട്ട് പോയി അവർക്ക് സക്കാത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അവർ നിങ്ങളെ തേടി വരികയല്ല വേണ്ടത്, നിങ്ങൾ അവരെ തേടി പോവുകയാണ് വേണ്ടത്. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഹറാമായ ഒരു സമ്പത്ത് നമ്മിൽ വരികയാണ്, അതുണ്ടാവാൻ പാടില്ല. അതിനെ തൊട്ട് ശ്രദ്ധിക്കണം. മുദ്ദ് കൊടുക്കുന്ന കാര്യമൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ സ്വത്തിന്റെ അവകാശികൾ നമ്മുടെ മക്കള് മാത്രമാവുകയില്ല. നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നില്ലെങ്കിൽ അതിന് മുദ്ദ് കൊടുക്കണം, മുദ്ദ് കൊടുത്തതുമില്ല. അങ്ങനെ നമ്മൾക്ക് ധാരാളം സ്വത്തൊക്കെ ഉണ്ട്. മരിച്ച സമയത്ത് വേഗം മക്കള് മുതലൊക്കെ വാപ്പക്കാരോടൊക്കെയോ കാശ് കിട്ടാനുണ്ടായിന്, അതൊക്കെ വാങ്ങി അവർ ഓഹരി ചെയ്തു. പക്ഷേ വാപ്പക്ക് കുറെ നോമ്പിന്റെ ബാധ്യതയുണ്ട്, മുദ്ദ് കൊടുക്കാനുണ്ട്, വർഷങ്ങളോളം നോമ്പനുഷ്ഠിച്ചിട്ടില്ല, അങ്ങനത്തെ ഒരു വാപ്പയാണ്. എന്നാൽ അവരുടെ മുദ്ദ് നമ്മൾ കൊടുക്കൽ, മക്കള് കൊടുക്കൽ, സ്വത്തിൽ നിന്ന് എടുത്തു കൊടുക്കൽ നിർബന്ധമാണ്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളെ ഫസ്റ്റ് കൊറോണ കഴിഞ്ഞ നോമ്പല്ല, അതിന് മുമ്പത്തെ നോമ്പിന് തൊട്ട് മുമ്പാണല്ലോ കൊറോണ തുടങ്ങിയത്. ആ സമയത്ത് ഒരു ചെറുപ്പക്കാരനായ ഒരു ഉസ്താദ് എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ മഹല്ലിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് 86 വയസ്സോ അങ്ങനെ എന്തോ പ്രായമായിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം ജീവിതത്തിൽ നോമ്പനുഷ്ഠിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ആ ഉസ്താദിനോട് പറഞ്ഞു, അദ്ദേഹത്തിന് ശാരീരികമായ എന്തോ പ്രയാസം ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും നോമ്പനുഷ്ഠിക്കാത്തത്. അദ്ദേഹത്തിന് ഒരു പ്രയാസവും. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ നല്ല ആരോഗ്യവാനായ വ്യക്തിയാണ് അദ്ദേഹം, പക്ഷേ അദ്ദേഹം നോമ്പ് നോറ്റിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മക്കളോട് വിഷയങ്ങൾ പറഞ്ഞ സമയത്ത് മക്കള് ഉപ്പ നോമ്പ് നോൽക്കാത്തതിന് മുദ്ദ് കൊടുക്കണല്ലോ, ആ മുദ്ദ് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് മക്കൾ ആ ഉസ്താദിനോട് അറിയിക്കുകയും ആ അറിയിച്ചതനുസരിച്ച് ഉസ്താദ് കണക്കൂട്ടുകയും അങ്ങനെ ചാക്ക് കണക്കിന് മുദ്ദ് കൊടുക്കേണ്ട ഒരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നോമ്പ് ഒഴിവായി പോയാൽ പെട്ടെന്ന് തന്നെ അത് ഖളാ വീട്ടണം. ഖളാ വീട്ടാതെ നമ്മൾ പിന്തിച്ചു കഴിഞ്ഞാൽ, കാരണമില്ലാതെ പിന്തിച്ചു കഴിഞ്ഞാൽ അത് വർഷം കഴിയുന്തോറും അത് നമുക്ക് ബാധ്യത കൂടി വരികയാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യുമാറാവട്ടെ.